ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷമേത്? 1853 ഏപ്രിൽ. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷമേത്? 1853 ഏപ്രിൽ. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? വില്യം ബെൻറിക്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? വില്യം ബെൻറിക്. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റായ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര്? ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര്? ദാദാഭായ് നവറോജി. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി പിളർപ്പുണ്ടായ സമ്മേളനം നടന്നതെവിടെ? സൂറത്ത്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും പിളർപ്പുണ്ടായ സമ്മേളനം നടന്നതെവിടെ? സൂറത്ത്. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്? ചൈന. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്? ചൈന. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷമേത്? 1969. ഇന്ത്യൻ ബഹിരാകാശ സംഘടന സ്ഥാപിതമായ വർഷമേത്? 1969. 1967 സായുധ കലാപമുണ്ടായ നക്സൽബാരി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. 1967 സായുധ കലാപമുണ്ടായ നക്സൽബാരി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഏത് പ്രദേശത്തെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ വിജയ്? ഗോവ. ഇംഗ്ലീഷ് ഭാഷയിലെ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആര്? ശശി തരൂർ. ഇംഗ്ലീഷ് ഭാഷയിലെ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആര്? ശശി തരൂർ. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതാ ഹോക്കി താരമാര്? റാണി രാംപാൽ. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതാ ഹോക്കി താരമാര്? റാണി രാംപാൽ. 2019 ജ്ഞാനപീഠം നേടിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഈ പുരസ്കാര ജേതാവാകുന്ന എത്രാമത്തെ മലയാളം എഴുത്തുകാരനാണ്? 6ാമത്തെ. 2019 ജ്ഞാനപീഠം നേടിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഈ പുരസ്കാര ജേതാവാകുന്ന എത്രാമത്തെ മലയാളം എഴുത്തുകാരനാണ്? 6ാമത്തെ. ഭഗവത്ഗീതയുടെ ഈ പതിപ്പ് സഹിതം വിക്ഷേപിച്ച ഉപഗ്രഹമേത്? SD സാറ്റ്. ഭഗവത്ഗീതയുടെ ഈ പതിപ്പ് സഹിതം വിക്ഷേപിച്ച ഉപഗ്രഹമേത്? SD സാറ്റ്. 2020 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ സംഘടന ഏത്? വേൾഡ് ഫുഡ് പ്രോഗ്രാം. 2020 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ സംഘടന ഏത്? വേൾഡ് ഫുഡ് പ്രോഗ്രാം. 50ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയതേത്? വാസന്തി. 50ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയതേത്? വാസന്തി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? ഡെമോക്രാറ്റിക് പാർട്ടി.
അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? ഡെമോക്രാറ്റിക് പാർട്ടി. നിലവിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ മുൻ ക്രിക്കറ്റ് താരമാര്? ഇമ്രാൻഖാൻ. നിലവിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ മുൻ ക്രിക്കറ്റ് താരമാര്? ഇമ്രാൻഖാൻ. 2020 ഡിസംബറിൽ അന്തരിച്ച ദക്ഷിണ കൊറിയക്കാരൻ കിം കി ഡുക്ക് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? സിനിമ സംവിധാനം. 2020 ഡിസംബറിൽ അന്തരിച്ച ദക്ഷിണ കൊറിയക്കാരൻ കിം കി ഡുക്ക് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? സിനിമ സംവിധാനം. 2019 വെള്ളത്തോൾ പുരസ്കാരം നേടിയതാര്? സക്കറിയ. 2019 വെള്ളത്തോൾ പുരസ്കാരം നേടിയതാര്? സക്കറിയ. ഐത്തത്തിൻ്റെ ഏത് രൂപവും നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 17. ഐത്തത്തിൻ്റെ ഏത് രൂപവും നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 17. താഴെ പറയുന്നവയിൽ റിട്ട് അല്ലാത്തതേത്? ഓർഡിനൻസ്. താഴെ പറയുന്നവയിൽ റിട്ട് അല്ലാത്തതേത്? ഓർഡിനൻസ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. ഭരണഘടന പ്രതിപാദിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ എത്ര? 11. ഭരണഘടന പ്രതിപാദിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ എത്ര? 11. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ നടന്നത്? ഇന്ദിരാഗാന്ധി. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ നടന്നത്? ഇന്ദിരാഗാന്ധി. ഹിമാലയത്തിലെ 3 നിരകളിൽ ഏറ്റവും ഉയരം കൂടിയതേത്? ഹിമാദ്രി. ഹിമാലയത്തിലെ 3 നിരകളിൽ ഏറ്റവും ഉയരം കൂടിയതേത്? ഹിമാദ്രി. ഏത് നദിയാണ് സാങ്പോ എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര. ഏത് നദിയാണ് സാങ്പോ എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്ന കാലയളവേത്? ഒക്ടോബർ ടു നവംബർ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്ന കാലയളവേത്? ഒക്ടോബർ ടു നവംബർ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈത്യകാല വിളയേത്? ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈത്യകാല വിളയേത്? ഗോതമ്പ്. താഴെ പറയുന്നവയിൽ നദീജന്യ തുറമുഖമേത്? കൊൽക്കത്ത. താഴെ പറയുന്നവയിൽ നദീജന്യ തുറമുഖമേത്? കൊൽക്കത്ത. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി. താഴെ പറയുന്നവയിൽ കടൽ തീരമുള്ള ജില്ല ഏത്? മലപ്പുറം. താഴെ പറയുന്നവയിൽ കടൽ തീരമുള്ള ജില്ല ഏത്? മലപ്പുറം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്ന മണ്ണിനമേത്? കരിമണ്ണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്ന മണ്ണിനമേത്? കരിമണ്ണ്. അട്ടപ്പാടി പ്രദേശം ഏത് ജില്ലയിലാണ് ഉൾപ്പെടുന്നത്? പാലക്കാട്. അട്ടപ്പാടി പ്രദേശം ഏത് ജില്ലയിലാണ് ഉൾപ്പെടുന്നത്? പാലക്കാട്. ഭാരതപ്പുഴ എത്ര കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകുന്നു? 209 കിലോമീറ്റർ. ഭാരതപ്പുഴ എത്ര കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകുന്നു? 209 കിലോമീറ്റർ. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ട നദി ഏത്? പമ്പ. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ട നദി ഏത്? പമ്പ. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? കുട്ടനാട്.
കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? കുട്ടനാട്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയേത്? കാസർഗോഡ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയേത്? കാസർഗോഡ്. കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രമായ കേരളത്തിലെ ജില്ലയേത്? കൊല്ലം. കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രമായ കേരളത്തിലെ ജില്ലയേത്? കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? NH 66. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? NH 66. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തതേത്? വേദാധികാര നിരൂപണം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തതേത്? വേദാധികാര നിരൂപണം. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷമേത്? 1932. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷമേത്? 1932. മലബാറിലെ കീഴരിയൂർ ബോംബ് കേസ് ഏത് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. മലബാറിലെ കീഴരിയൂർ ബോംബ് കേസ് ഏത് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്നവയിൽ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട സംഭവമേത്? വാഗൺ ട്രാജഡി. താഴെ പറയുന്നവയിൽ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട സംഭവമേത്? വാഗൺ ട്രാജഡി. താഴെ പറയുന്നവയിൽ ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച കേന്ദ്രം അല്ലാത്തതേത്? ഹിമാദ്രി. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? റിസർവ് ബാങ്ക്. ആട്ടക്കഥ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥ. ആരുടെ തൂലികാ നാമമാണ് ഉറൂബ്? PC കുട്ടിക്കൃഷ്ണൻ. ആരുടെ തൂലികാ നാമമാണ് ഉറൂബ്? PC കുട്ടിക്കൃഷ്ണൻ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. ഏത് പോഷകത്തിൻ്റെ കുറവാണ് ഗോയിറ്ററിന് കാരണമാകുന്നത്? അയഡിൻ. ഏത് പോഷകത്തിൻ്റെ കുറവാണ് ഗോയിറ്ററിന് കാരണമാകുന്നത്? അയഡിൻ. റെറ്റിനോൾ എന്നും അറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ. റെറ്റിനോൾ എന്നും അറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ. അരിയുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏത്? തയാമിൻ. അരിയുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏത്? തയാമിൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമേത്? ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമേത്? ഹൈഡ്രജൻ. സമ്പർക്ക പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ത്? സൾഫൂരിക് ആസിഡ്. സമ്പർക്ക പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ത്? സൾഫൂരിക് ആസിഡ്. നടക്കുന്നതിനും ഓടുന്നതിനും സഹായിക്കുന്ന ബലമേത്? ഘർഷണബലം. നടക്കുന്നതിനും ഓടുന്നതിനും സഹായിക്കുന്ന ബലമേത്? ഘർഷണബലം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏത്? വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏത്? വികിരണം. യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമേത്? ജനറേറ്റർ.
യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമേത്? ജനറേറ്റർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമേത്? അർബുദം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമേത്? അർബുദം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ്? ചർമ്മം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ്? ചർമ്മം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന ജീവിതശൈലി രോഗമേത്? അതിരക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന ജീവിതശൈലി രോഗമേത്? അതിരക്തസമ്മർദ്ദം. ആവശ്യത്തിലധികം കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ രക്തധമനികളുടെ ഭിത്തിയിൽ അടിഞ്ഞുണ്ടാകുന്ന രോഗാവസ്ഥയേത്? അതിറോസ്ക്ലറോസിസ്. ആവശ്യത്തിലധികം കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ രക്തധമനികളുടെ ഭിത്തിയിൽ അടിഞ്ഞുണ്ടാകുന്ന രോഗാവസ്ഥയേത്? അതിറോസ്ക്ലറോസിസ്. യുറീമിയ എന്ന രോഗം ബാധിക്കുന്ന അവയവമേത്? വൃക്ക. യുറീമിയ എന്ന രോഗം ബാധിക്കുന്ന അവയവമേത്? വൃക്ക. ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതി ഏത്? ആർദ്രം. ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതി ഏത്? ആർദ്രം. 18 വയസ്സിനു താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകാനുള്ള പദ്ധതി ഏത്? ആരോഗ്യ കിരണം. എല്ലാ കുട്ടികൾക്കും അവശ്യവസ്തുക്കൾ നൽകാനുള്ള ദൗത്യമേത്? ഇന്ദ്രധനുഷ്. എല്ലാ കുട്ടികൾക്കും അവശ്യവസ്തുക്കൾ നൽകാനുള്ള ദൗത്യമേത്? ഇന്ദ്രധനുഷ്. ദേശീയ കുടുംബാസൂത്രണ പരിപാടി ആരംഭിച്ച വർഷമേത്? 1951. ദേശീയ കുടുംബാസൂത്രണ പരിപാടി ആരംഭിച്ച വർഷമേത്? 1951. 3 തലസ്ഥാനങ്ങളുള്ള സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദന മ്യൂസിയം ഉദ്ഘാടനം ചെയ്തതെവിടെ? മൈസൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദന മ്യൂസിയം ഉദ്ഘാടനം ചെയ്തതെവിടെ? മൈസൂർ. ഏത് തുറമുഖത്തെയാണ് ദീൻദയാൽ തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? കാണ്ടല. ഏത് തുറമുഖത്തെയാണ് ദീൻദയാൽ തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? കാണ്ടല. ഇന്ത്യയിലെ ആദ്യത്തെ മാസ്ക് ATM സ്ഥാപിച്ച സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ മാസ്ക് ATM സ്ഥാപിച്ച സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. കടലിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി ഏത്? ശുചിത്വ സ്വാഗരം. കടലിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി ഏത്? ശുചിത്വ സാഗരം. സ്ഥാനം രാജിവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ആര്? ഊർജിത് പട്ടേൽ. സ്ഥാനം രാജിവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ആര്? ഊർജിത് പട്ടേൽ. 2021 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേത്? യാസ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാര്? ഹരിവംശ് നാരായണൻ സിംഗ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാര്? ഹരിവംശ് നാരായണൻ സിംഗ്. രാജ്യസഭയിലേക്ക് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മുൻ ചീഫ് ജസ്റ്റിസ് ആര്? രഞ്ജൻ ഗൊഗോയ്. രാജ്യസഭയിലേക്ക് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മുൻ ചീഫ് ജസ്റ്റിസ് ആര്? രഞ്ജൻ ഗൊഗോയ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോയ ആദ്യത്തെ രാജ്യമേത്? ബ്രിട്ടൻ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോയ ആദ്യത്തെ രാജ്യമേത്? ബ്രിട്ടൻ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.